എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു വലിയ വിശിഷ്ടാതിഥിയെ കൊണ്ടുവന്നു. പോലീസ് വണ്ടിയിലായിരുന്നു കൊണ്ടുവന്നത്. അദ്ദേഹം ചെയ്ത ആ ധീര സത്പ്രവൃത്തി എന്താണെന്നറിയില്ലേ? ലോകം മുഴുവൻ വിശുദ്ധമായി ആചരിക്കുന്ന, ക്രൈസ്തവ സമൂഹം വിശുദ്ധമായി ആചരിക്കുന്ന പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം കുമ്പസാരിപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്ന് ഒരു പാവം ബാലനെ ക്രൂരമായി പീഡിപ്പിച്ച ഫാദർ ജോസഫ് പൊടിയൻ, കൃത്യമായി പറഞ്ഞാൽ പറവൂർ ചേന്നമംഗലം പാലത്തിരുത്തിയിൽ ഫാദർ ജോസഫ് പൊടിയൻ 3 കൊല്ലങ്ങൾക്ക് മുൻപ് വരാപ്പുഴയ്ക്കടുത്ത് ഒരു പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വികാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു കേസിൽ അകപ്പെട്ട് അവിടെ അന്ന് ഭക്ഷണം കൊണ്ടുവന്ന ഒരു ബാലനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന ഫാദർ ജോസഫ് പൊടിയൻ, ആ ജോസഫ് പൊടിയനെ ഇപ്പോൾ പോലീസ് വണ്ടിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ ഫാദർ ജോസഫ് പൊടിയനെ ഈ കേസിൽ, ഈ ബാലനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. യാതൊരു പൂസലുമില്ലാതെ, ഒരു ഇതില്ല, ഒരു പൂസലും കൂടാതെ, ഒരു പിങ്ക് കളറുള്ള ടീഷർട്ടും പാൻറ്റൊക്കെ ധരിച്ച് മാസ്കൊക്കെ വെച്ച് ആരോഗ്യം സംരക്ഷിക്കുന്ന വ്യക്തിയാണ്. കാരണം ആരോഗ്യം വേണമല്ലോ. അങ്ങനെ ഈ ജോസഫ് പൊടിയൻ ഈ ഈസ്റ്റർ ദിനത്തിൽ, അതായത് കൈകളിൽ തിരുവോസ്തിയും കാസയും ഉയർത്തേണ്ട ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു കൂസലുമില്ലാതെ ഒരു ബാലനെ പീഡിപ്പിച്ച കേസിൽ രണ്ടാമത്തെ കേസാണ്. ബാലനെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഫാദർ ജോസഫ് കൊടിയൻ എന്ന നരാധമനെ, എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായിട്ടുള്ള ഫാദർ ജോസഫ് കൊടിയനെ അറസ്റ്റ് ചെയ്ത് ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അയാൾക്ക് യാതൊരു കൂസലുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ആദ്യ സംഭവം കഴിഞ്ഞ് ഈ വൈദികന്, ഈ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക ശ്രേഷ്ഠന്മാരും സഭാധികാരികളും ഇയാളെ സംരക്ഷിക്കാൻ നോക്കി എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ ഗൗരവം. എന്തിനാണ് ഇയാളെ ഈ വൈദിക വൃത്തിയിൽ പിന്നെയും തുടരാൻ അനുവദിച്ചത്? ഇതിൻ്റെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ വൈദിക ശ്രേഷ്ഠന്മാർക്ക് അറിയാലോ. ലോകത്തിലുള്ള എമ്പാടുമുള്ള നീതി നിഷേധങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് സംരക്ഷണ കവചവുമായി വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അൽമായ സമൂഹത്തിനും അൽമായ മുന്നേറ്റത്തിലെ ആളുകൾക്കോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളാരും ഈ വൈദിക ശ്രേഷ്ഠന്മാർ ഈ ചെയ്ത പരിപാടിക്കെതിരെ ശബ്ദം ഉയർത്തിയില്ലേ? ഇങ്ങനെയൊരു നരാധമനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിന്നെയും വെച്ചു പുലർത്തിക്കൊണ്ട് വീണ്ടും ഒരു ബാലൻ്റെ കൂടി ജീവിതം തകർക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കേസിലകപ്പെട്ട കുട്ടികളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെ കുടുംബം തകർക്കുകയും കുട്ടികളെ വഴിതെറ്റിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെ വീണ്ടും ഈ വൈദിക വൃത്തിയിൽ തുടരാൻ അനുവദിച്ച്, വരാപ്പുഴയാണ് സംഭവം ഉണ്ടായെങ്കിൽ നേരെ വടക്കോട്ടേക്ക് തട്ടുക, അങ്ങനെ ഈ വൈദികനെ തുടരാൻ അനുവദിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാധികാരികളും ഈ പറയുന്ന അൽമായ മുന്നേറ്റത്തിലെ അൽമായ സമൂഹത്തിൻ്റെ നേതൃത്വവും മിണ്ടാതെ കുത്തിരിക്കുകയായിരുന്നു, ഒന്നും ചെയ്തില്ല. അവരാണ് ഇതിനെല്ലാം ഉത്തരവാദി. ഇപ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ പ്രത്യേകത അറിയില്ല. ഈസ്റ്റർ ദിനത്തിനാണ് വൈദികർ കൈകളിൽ തിരുവോസ്തിയൊക്കെ ധരിച്ച് വലിയ സന്ദേശം നൽകുന്ന ദിവസമാണ്. ആ സന്ദേശം നൽകുന്ന ദിവസത്തിലാണ് ചെന്നായിയുടെ മുഖമുള്ള ഒരു വെള്ള നൈറ്റിയിട്ട വില്ലാളി വീരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നു. മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് യാതൊരു കുഴപ്പമില്ല, മാസ്കൊക്കെ വെച്ച് അദ്ദേഹം പോവുകയാണ് പോലീസ് വണ്ടിയിൽ കയറിയിരുന്ന്. ഇത് തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചോടെ നിങ്ങൾക്ക് മുന്നിലിട്ട് തരുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമ്മുടെ സഭാധികാരികൾ ചെയ്യുന്ന പരിപാടികളാണ് ഇങ്ങനെ ഓരോ കുടുംബവും തകർക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സഭാ ഇടയന്മാരോട് കൈകൂപ്പി പറയുന്നു, ഇനിയും ഇതുപോലെ ഉള്ള കുണ്ടൻ കത്തനാരന്മാരെ സഭയ്ക്ക് വേണമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നന്ദി, നമസ്കാരം.